ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി പാനറ്റോക്സ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ കണ്ടു തുടങ്ങാൻ പോകുന്നത് ഒരു BL ഡ്രാമയാണ്. നമ്മുടെ ചാനലിൽ ഇതുവരെയും BL ഡ്രാമയും ഒന്നും തന്നെ ഇട്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. BL എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, രണ്ട് ബോയ്സിനിടയിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള ഇഷ്ടം വരുന്നതാണ് BL. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ കണ്ടു തുടങ്ങാൻ പോകുന്ന ഡ്രാമയുടെ പേരാണ് 1000 Years Old. ഇത് ഒരു വാമ്പയറിന്റെയും ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെയും ലവ് സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് നേരെ ഡ്രാമയിലേക്ക് കടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ കഥയിലെ ഒരു നായകനെയാണ്. ഇവന്റെ പേരാണ് യോ. ഇവൻ ഒരു കോളേജ് സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ അവനും ചിന്തിക്കുന്നുണ്ട്, ഈ ലോകത്ത് സാധാരണ മനുഷ്യരും മാത്രമല്ല പല രീതിയിലുള്ള ജന്തുക്കളും ഉണ്ട്, അതിൽ ഏലിയൻസും കാണാൻ ഒത്തിരി സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നതാണ്. കാരണം ഇവന് ഏലിയൻസിനെയും പിന്നെ യൂണിവേഴ്സിലെ പല രീതിയിലുള്ള നിഗൂഢമായ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും ഇവന് ഒത്തിരി ഇഷ്ടമാണ്. ഇവന് മാത്രമല്ല ഇവന്റെ ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കൂട്ടുകാർക്കും ഇതേ ഇഷ്ടം തന്നെയാണ്. നമുക്കറിയാമല്ലോ, ഒരേപോലത്തുള്ള മൈൻഡ് സെറ്റ് ഉള്ള ഒരു ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന്. ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവര് അത് വിശ്വസിക്കുകയും ചെയ്യും, അതിനെല്ലാം കൂട്ടു നിൽക്കുകയും ചെയ്യും. അതേപോലെ ഒരു ടീം തന്നെയാണ് യോയുടെ ടീം. ഇവരുടെ ഗ്യാങ്ങിന് ഒരു പേരുമുണ്ട്, UFO ആൻഡ് ദ ഗ്യാങ്. ഏലിയൻസിനെ പറ്റിയിട്ടൊക്കെയുള്ള റിസർച്ച് തന്നെയാണ് ഇവരുടെ കോളേജിലുള്ള മിക്ക പ്രൊജക്റ്റും. അങ്ങനെ ഇപ്പൊ കാണിക്കുന്നത് ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ യോ അവന്റെ ടീമുമായിട്ട് ഒരു കാട്ടിലേക്ക് പോകുന്നതാണ്. 2 ദിവസമായിട്ട് ഏലിയൻസിനെ കാണാനും വേണ്ടിയിട്ടും അതിന്റെ ഒരു വീഡിയോ ഫുട്ടേജ് എടുക്കാനും വേണ്ടിയിട്ടും ഇവർ കുറെ കഷ്ടപ്പെട്ട് ആ കാട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അങ്ങനെ 2 ദിവസം കഷ്ടിച്ചു കഴിഞ്ഞിട്ടും ഇതുവരെയും ഏലിയൻസിന്റെ ഒരു പൊടി പോലും കണ്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ യോയ്ക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നുകയാണ്, നമ്മൾ ടെലപ്പതി യൂസ് ചെയ്താൽ ചിലപ്പം വരുമെന്ന്. അങ്ങനെ ഇവർ 4 പേരും കൂടെ കൈയൊക്കെ ആന്റിനയുടെ രീതിയിൽ വെച്ചിട്ട് ടെലപ്പതി യൂസ് ചെയ്യാണ്. ഞങ്ങൾക്ക് ഏലിയനെ കാണണം എന്ന് പറഞ്ഞ് എല്ലാരും കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് കണ്ണ് തുറക്കുമ്പോൾ 3 സംഭവങ്ങൾ അവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഇവരും ഒത്തിരി സന്തോഷിച്ച് നമ്മുടെ യോ അത് വീഡിയോ പകർത്തുകയാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ ഈ പ്രൊജക്ട് ഇവർ പ്രസന്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട്, ഏലിയൻസ് സത്യത്തിൽ ഈ ലോകത്തുണ്ട് എന്ന് പറയാണ്. അങ്ങനെ അവരുടെ പ്രൊഫസറും ഈ ഒരു പ്രൊജക്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ റിസർച്ച് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് വൈകുന്നേരം യോ ഒരു കടയിലേക്ക് ചെല്ലുന്നതാണ്. യോയ്ക്ക് പോർക്കിന്റെ ബ്ലഡ് കൊണ്ടുള്ള സൂപ്പ് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ മിക്കുള്ള സമയങ്ങളിലും അവൻ അവിടെ പോവാറുള്ളത് കൊണ്ട് തന്നെ അവൻ അവിടുത്തെ VIP കസ്റ്റമറായി മാറിയിരിക്കുകയാണ്. അങ്ങനെ അവനും സൂപ്പ് കുടിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ ഒരു ചെറുക്കം വരുന്നത്. ഇവനെ കണ്ടിട്ട് നമ്മുടെ യോയ്ക്ക് വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത്. യോയ്ക്ക് മാത്രമല്ല നമുക്കായാൽ പോലും തോന്നും. കാരണം അവൻ രാത്രിയിലും കൊടയും പിടിച്ച് സൺഗ്ലാസും ഒക്കെ വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ അവന്റെ ഫ്രണ്ടിലേക്ക് ഒരു വലിയ ബോളില് പോർക്കിന്റെ ബ്ലഡ് സൂപ്പ് കൊണ്ടുവന്ന് അവിടുത്തെ കടയിലെ പെങ്കൊച്ച് വെച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ യോയ്ക്ക് കൂടുതൽ വിചിത്രമായി തോന്നുന്നത്. ഒരു നോർമൽ ആയിട്ടുള്ള വ്യക്തിക്ക് എന്തായാലും ഇത്രയും ഒന്നും കുടിച്ചു തീർക്കാൻ പറ്റത്തില്ല, അത് ഇമ്പോസിബിൾ ആണ് എന്ന് നമ്മുടെ യോ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ യോ അവനെ നല്ല സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സൂക്ഷിച്ചു നോക്കുന്ന നമ്മുടെ യോയെ അവൻ കാണുന്നത്. അങ്ങനെ പെട്ടെന്നും അത് മനസ്സിലാക്കി നമ്മുടെ യോ മറ്റൊരിടത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഓൾറെഡി ആ സൂപ്പ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തൊരു വലിയ ബൗളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇത് കണ്ട യോയും എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ പെണ്ണും വന്നിട്ട് പറയുന്നത്, അത് ഞങ്ങളുടെ പുതിയ VIP കസ്റ്റമറാ, നിങ്ങളിപ്പോ വല്ലാതെ താഴെ പോയിരിക്കുക എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപാടെ നമ്മുടെ യോയ്ക്ക് ദേഷ്യം വരാണ്. കാരണം അവൻ ഇത്രയ്ക്ക് സ്പെഷ്യൽ ആണോ, എന്നെക്കാളും സ്പെഷ്യൽ ആണോ എന്നൊക്കെ ചോദിച്ച് അതേപോലത്തെ ഒരു വലിയ ബൗളിലുള്ള സൂപ്പ് അവനും ഓർഡർ ചെയ്യാണ്. അങ്ങനെ അവൻ അവിടെ വെച്ച് കുടിച്ച് തീർക്കാൻ കഴിയാത്ത കുറെ സൂപ്പും അവൻ ബാലൻസ് വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. സൂപ്പ് എല്ലാം ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ അവൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ അനിയത്തി അവിടെ എത്തുന്നത്. ഇവളുടെ പേരാണ് യാം. ഇത്രയും സൂപ്പ് നീ തന്നെയാണ് മേടിച്ചത്, നിനക്ക് ഇത്രയും ഭ്രാന്തുണ്ടോടാ എന്നൊക്കെ അവള് ചോദിക്കുമ്പോഴാണ് അവളെ കൊണ്ട് കുറച്ച് സൂപ്പ് കുടിപ്പിക്കാനും വേണ്ടിയിട്ട് അവൻ ശ്രമിക്കുന്നത്. പക്ഷെ അതൊന്നും മൈൻഡാക്കാതെ തന്നെ അവൾ അവനെ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞ് കയറി പോവുകയാണ്. പിന്നീട് നമ്മുടെ യോയും ആ ചെറുക്കനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. അവൻ ഭയങ്കര വിചിത്രമാണ്, പക്ഷെ കാണാൻ നല്ല ഹാൻഡ്സവും അട്രാക്റ്റീവുമാണ് എന്നാണ് ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, അവനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനായിട്ട് എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റ് ഉണ്ട്. അവൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ ആണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ട്. പിന്നീട് യോ ഇത് അവന്റെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, ഞാനൊരാളെ കണ്ടു, അയാൾ ഭയങ്കര വിചിത്രമായിട്ടാണ് പെരുമാറുന്നത്, പക്ഷെ എന്തോ ഞാൻ ആ പേഴ്സണില് കുറച്ച് ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറയാണ്. എന്തായാലും അവനൊരു നോർമൽ ആയിട്ടുള്ള മനുഷ്യനില്ല, അവനെ പറ്റിയിട്ട് കുറച്ചധികം നമുക്ക് പഠിക്കണം എന്നൊക്കെ പറയാണ്. പിന്നീട് അവൻ അവന്റെ ഫ്രണ്ട്സുമായിട്ട് ആ കടയിലേക്ക് പോകുന്നുണ്ട്. കുറെ നേരം അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവന്റെ ഒരു ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് അവൻ എപ്പോ വരുമെന്ന്. ആകാശത്തേക്ക് നോക്കിയിട്ട് യോ പറയുന്നുണ്ട്, അവൻ എന്തായാലും ഇപ്പൊ വരത്തില്ല, വെയില് കുറയാനും വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരിക്കും, കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്ത് രാത്രിയാവുകയാണ്. അങ്ങനെ നമ്മുടെ യോയും കുറെ കഴിഞ്ഞിട്ട് അവിടുത്തെ ആ വെയിട്രസ് ആയിട്ട് നിൽക്കുന്ന ആ പെങ്കൊച്ചിനെ വിളിക്കുകയാണ്. അവളുടെ പേരാണ് കായ്. കായിയോട് അവൻ ചോദിക്കുന്നുണ്ട്, ആ വെയിലിന്റെ പേടിയുള്ള ചെറുക്കൻ ഇന്ന് വരത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഓ മിസ്റ്റർ പണ്ണിന്റെ കാര്യമാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? സാധാരണ എല്ലാ ദിവസവും ഈ സമയം ആകുമ്പോഴേ വരാറുള്ളത്, അതുകൊണ്ട് പേടിക്കണ്ട, എന്നും വരുമെന്ന് പറയുമ്പോൾ ആ സമയം തന്നെ അവിടെ പന്നെത്തുകയാണ്. അങ്ങനെ പന്നിനെ കാണിച്ചുകൊണ്ട് യോ പറയാണ്, ദോ അവനാണ് ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ചെറുക്കൻ എന്ന് പറയാണ്. പന്നിനെ കണ്ട നമ്മുടെ യോയുടെ ഫ്രണ്ട്സും അവന്റെ ഇത്രയും ഹാൻസം ആയിട്ടുള്ള ഫേസിന്റെ ആരാധകരാവുകയാണ്. പക്ഷെ നമ്മുടെ യോയുടെ
തൊട്ടടുത്തിരിക്കുന്ന ആ പയ്യൻ അവന്റെ പേരാണ് ലൂയിസ്. എനിക്ക് ഇവനെ കണ്ടിട്ട് പ്രത്യേകിച്ച് വിയേർഡ് ആയിട്ടൊന്നും തോന്നില്ലല്ലോ, നീ പറഞ്ഞ പോലൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. എന്നിട്ട് ഇവർ ഇത്രയും പേരും ഓരോന്നൊക്കെ പറഞ്ഞ് പണ്ണിനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഇവര് നോക്കുന്നത് പൻ മനസ്സിലാക്കിയിട്ട് തിരിഞ്ഞ് ഇപ്പത്തെ സൈഡിലേക്ക് ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ യോയ്ക്കും ദേഷ്യം വന്നിട്ട് മനസ്സിലാവും പറയുന്നത്, ഷെടാ ഇപ്പൊ എനിക്ക് ഇതിനൊന്നും കാണാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് പന്നിന്റെ ഫ്രണ്ടിലേക്ക് ഒരു വലിയ ബൗള് സൂപ്പ് എത്തുന്നത്. ഇത് കണ്ട് ദേഷ്യം വന്ന് നമ്മുടെ യോയും പറയുന്നുണ്ട്, എനിക്ക് അതേപോലത്തെ വലിയ 3 ബൗള് വേണമെന്ന്. അവനവന്റെ ഫ്രണ്ട്സിന് കൂടി കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. പക്ഷേ ഇവർ ഇത്രയും പേരും ഉണ്ടായിട്ടും അതൊന്നും തീരുന്നതേ ഇല്ല. അതുകൊണ്ട് തന്നെ അവൻ ബാലൻസ് വീട്ടിൽ കൊണ്ടുപോവുകയാണ്. എന്തായാലും 3 ബൗൾ ഓർഡർ ചെയ്ത് പന്നിനെ തോപ്പിച്ച് VIP ആയെന്നുള്ള സന്തോഷത്തില് നടക്കുമ്പോഴാണ് പന്ന് അവനെ വഴിയിൽ വെയിറ്റ് ചെയ്യുന്നത് അവൻ കാണുന്നത്. ഇത് കണ്ട് നമ്മുടെ യോ ചെറുതായിട്ടൊന്ന് പേടിക്കുകയാണ്. എന്നിട്ട് പന്ന് യോയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്കും എന്നെ പോലെ തന്നെ ബ്ലഡ് കുടിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. അവനും അതേന്ന് പറയുമ്പോ പന്ന് പറയുന്നുണ്ട്, എങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആവാം, കാരണം നമുക്ക് രണ്ടുപേർക്കും ഒരേ ഇഷ്ടങ്ങളല്ലേ. എന്നിട്ട് പന്ന് നമ്മുടെ യോയ്ക്ക് ഷെയ്ക്കാൻ്റെ കൊടുക്കുകയാണ്. എന്നിട്ട് പന്നും യോയുടെ കൈ സ്മെല്ല് ചെയ്തിട്ട് പറയുന്നുണ്ട്, നീ നല്ല രീതിയിൽ സ്മെല്ല് ചെയ്യുന്നുണ്ടല്ലോ, നല്ല മണമാണ് എന്ന് പറയാണ്. ഇത് കണ്ട് യോ കുറച്ച് പേടിച്ചിട്ട് എനിക്ക് പോണം എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുമ്പോ പന്ന അവന്റെ പേര് പറയുന്നുണ്ട്. എന്റെ പേര് പന്നെന്നാ, നിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോ യോ പെട്ടെന്ന് അവന്റെ പേര് അവിടുന്ന് പറഞ്ഞിട്ട് ഓടിപ്പോവാൻ ശ്രമിക്കുന്നുണ്ട്. തിരിഞ്ഞു നിന്ന് നമ്മുടെ പന്നം പറയുന്നുണ്ട്, പോർക്ക് ബ്ലഡ് സൂപ്പ് സിന്ദാബാദ്. ഇത് കേട്ട നമ്മുടെ യോവും എന്നെ കളിയാക്കുവാണെന്ന് ചോദിക്കുകയാണ്. കാരണം അവൻ കുറച്ചു മുമ്പേ നടന്നു വന്നോണ്ടിരുന്നപ്പോ ഇതേപോലെ പോർക്ക് ബ്ലഡ് സൂപ്പ് സിന്ദാബാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പന്നം പറയുന്നുണ്ട്, എന്തായാലും സമയം ഒത്തിരി വൈകി, അതുകൊണ്ട് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകും മാസ്റ്റർ യോ എന്ന് പറഞ്ഞ് അവൻ ടാറ്റ കാണിച്ച് പറഞ്ഞു വിടുകയാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം നമ്മുടെ പന്നിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും അവൻ കളക്ട് ചെയ്തിട്ട് അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ തന്നെ ഒരു അപ്പാർട്ട്മെന്റ് റെന്റിന് എടുക്കാനും വേണ്ടിയിട്ട് അവൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അതിന്റെ ഓണറും അവന്റെ റൂം കാണിക്കുന്നുണ്ട്. ഞാൻ കുറെ നാളായിട്ട് ഈ റൂം അടച്ചു തന്നെ ഇട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ആ റൂം കാണിക്കുകയാണ്. ഓണറിനോടും അവൻ ചോദിക്കുന്നുണ്ട്, എന്റെ ഒരു ഫ്രണ്ട് എവിടെയാണ് താമസിക്കുന്നത്, ഏത് അപ്പാർട്ട്മെന്റിലാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഫ്രണ്ട് ആരാണെന്ന് ചോദിക്കുകയാണ്. പക്ഷെ അവനും ഉത്തരം പറയുന്നതിന് മുന്നേ തന്നെ ആ ചെയർ താഴെ വീഴാണ്. ആരും തൊട്ടില്ല, ഒരനക്കം ഉണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് താഴെ വീഴുമ്പോ അങ്ങനെ പെട്ടെന്ന് തന്നെ അവനും ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ അവസാനം യോ പന്നിന്റെ റൂം കണ്ടുപിടിക്കുന്നുണ്ട്. ഓണറിനോടും അവൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് പന്നിന്റെ റൂമിന്റെ അടുത്ത് തന്നെ ഒരു റൂം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോ ഇല്ല, ആകെപ്പാട് ഒഴിഞ്ഞു കിടക്കുന്ന റൂം ഞാനിപ്പൊ നിനക്ക് കാണിച്ച റൂമാ, ഇനി നിനക്ക് നിന്റെ ഫ്രണ്ടിന്റെ കൂടെ താമസിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഒരേ റൂമിൽ അങ്ങ് താമസിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ യോയും പറയുന്നുണ്ട്, ഞങ്ങള് നല്ല ക്ലോസ് ഒക്കെയാണ്, പക്ഷെ അവൻ എന്റെ സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും, അതുകൊണ്ട് എനിക്ക് പേടിയാ, ഞാൻ വേറെ താമസിച്ചോളാം എന്ന് പറയാണ്. യോ നോക്കിയിട്ട് ഓണറും പറയുന്നുണ്ട്, ശരിയാ, അവൻ എന്റെ ഹൃദയവും അടിച്ചു മാറ്റി എന്നൊക്കെ പറയാണ്. അങ്ങനെ വേറെ നിവർത്തിയില്ലാതെ യോ ആ റൂമിൽ തന്നെയാണ് വീണ്ടും വരുന്നത്. പന്നിന്റെ റൂമിലേക്കൊന്ന് നോക്കാമെന്ന് കരുതി അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആ ഹോളിൽ തന്നെ അവൻ കായെ കാണുന്നത്. കായെ കണ്ട് അവനും ഹായ് പറയാണ്. കായും ചിന്തിക്കുന്നുണ്ട്, ഇവൻ ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന്. പിന്നീട് യോയ്ക്ക് യാമിന്റെ കോള് വരികയാണ്. കോൾ അറ്റൻഡ് ചെയ്യുമ്പോ തന്നെ യാമ ചോദിക്കുന്നുണ്ട്, നീ നിന്റെ ഗേൾഫ്രണ്ടുമായിട്ട് മാറി താമസിക്കാൻ വേണ്ടിയിട്ടല്ലേടാ ഇപ്പൊ നീ വീട്ടിൽ നിന്ന് മാറിയത്, സത്യം പറഞ്ഞോണം നിനക്ക് ഒന്നും തന്നെ എന്റെ അടുത്തൊന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയാണ്. എന്തായാലും നീ വിചാരിക്കുന്ന പോലെ ഒന്നും തന്നെ അല്ലാന്ന് നമ്മുടെ യോ പറയുന്നുണ്ട്. ഈ സമയമെല്ലാം നമ്മുടെ യോ ആണെങ്കിൽ പന്നിനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് തന്നെ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ യോ കോള് കെട്ടുകയാണ്. കാരണം പന്നിന്റെ റൂമിന്റെ ജനലിന്റെ പുറത്തൂടെ ഒരു കൈയും കൊടയും പുറത്തേക്ക് വരുന്നുണ്ട്. ചെടിക്ക് വെള്ളമൊഴിക്കാൻ വേണ്ടി പോലും കൊടയുമായിട്ടാണ് വരുന്നത്. അങ്ങനെ അവന് മനസ്സിലാക്കാണ് ഇതെന്തായാലും പന്നിന്റെ കൈ തന്നെയാ എന്ന് മനസ്സിലാക്കി അവൻ അകത്ത് കയറി പോവാണ്. പിന്നീട് കുറെ നേരമായിട്ട് നമ്മുടെ യോ അവന്റെ റൂമിൽ ഇരുന്ന് തന്നെ പന്നിന്റെ റൂമിലേക്ക് വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ അവസാനം പന്ന് പുറത്തേക്ക് വരുമ്പോ നമ്മുടെ യോയും പുറത്തേക്ക് വന്ന് അവന് ഹായ് പറയാണ്. യോയെ കണ്ട പന്നം പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് വന്നിട്ട്, നീ ഇവിടെ ഈ റൂമിലാണ് താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ യോ ഒരു കള്ളത്തരം പറയാണ്, ഞാനിത് കുറെ കാലമായി റെന്റ് ചെയ്തിട്ട് പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്തത് എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ പന്ന അവനോട് ചോദിക്കുന്നുണ്ട്, പക്ഷേ ആ ഒരു ഇൻസിഡന്റിന് ശേഷം അവർ ഈ റൂം ആർക്കും കൊടുക്കാറില്ലല്ലോ, നീ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്, നിനക്ക് പ്രേതത്തിനൊന്നും പേടിയില്ലേ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ യോയും പറയുന്നുണ്ട്, ആ നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കണ്ട, എനിക്ക് ചിലപ്പോൾ രാത്രിയിൽ ഉറക്കം കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് സൂപ്പ് കടയിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ യോവും പന്നിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര കാലമായിട്ട് ഇവിടെ താമസിക്കുകയാണ് എന്ന് ചോദിക്കുമ്പോ നമ്മുടെ പന്നാവനോട് പറയുന്നുണ്ട്, ഒത്തിരി കാലമായിട്ട് എന്ന് പറയാണ്. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കായ അവിടെ എത്തിയിട്ട് ഞങ്ങൾക്കൊരു പുതിയ പ്രൊമോഷൻ സെയിൽ ഉണ്ട്, 50% ഡിസ്കൗണ്ട് കിട്ടും കപ്പിൾസിന് എന്ന് പറയാണ്. നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യോ പറയുന്നുണ്ട് വേണ്ടാന്ന്. പക്ഷെ പന്ന് വേണമെന്ന് പറയാണ്. യോ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പൊ എന്താ ചെയ്തെന്ന്. അപ്പൊ നമ്മുടെ പന്നം പറയാണ്, നീ കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഈ ഡിസ്കൗണ്ട് വേണം, ഡിസ്കൗണ്ട് കിട്ടുന്നത് നല്ലതാ എന്ന് പറയാണ്. അടുത്ത സീനിൽ ഇവർ രണ്ടുപേരും ടെറസിൽ നിൽക്കുകയാണ്. പൻ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി നീ എന്നില് കുറച്ച്
ഇൻട്രസ്റ്റഡ് ആണെന്ന്. നിന്റെ ഉദ്ദേശം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. നീ ഞാൻ താമസിക്കുന്ന സെയിം സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നു. ആദ്യമേ നിനക്ക് എന്നെ പേടിയായിരുന്നു, പക്ഷെ ഇപ്പോ നിനക്ക് എന്നെ കൂടുതൽ അറിയാനും വേണ്ടിട്ട് താല്പര്യമുണ്ട്. നീ ഇപ്പൊ ചെയ്യുന്നത് വളരെ വിചിത്രമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു നീ ഭയങ്കര വിചിത്രമാണെന്ന്. ഞാൻ വിചിത്രമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പന്ന ചോദിക്കാണ്. ഇത് കേട്ട് നമ്മുടെ യോയും ചിന്തിക്കുന്നുണ്ട്. എന്റെ പ്ലാൻ ഇവരെല്ലാം മനസ്സിലാക്കുമോ എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ പറയാണ്, ഇല്ലല്ല, നീ ഒട്ടും വിചിത്രമല്ല, നീ എല്ലാ നോർമൽ ആൾക്കാരെയും പോലെ തന്നെ നോർമലാണ് എന്ന് പറയാണ്. പക്ഷെ പന്ന പറയാണ്, അല്ല, ഞാൻ എല്ലാരെയും പോലെ നോർമൽ അല്ല. ഇത് കേട്ട് യോയും ചോദിക്കുന്നുണ്ട്, നീ ഉദ്ദേശിച്ചതിന്റെ അർത്ഥം എന്താ? പന്നൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ അറിയാനായിട്ട് താല്പര്യമുണ്ടോ? പക്ഷേ നീ ഒരു കാര്യം എന്നോട് തുറന്നു പറയണം. നിന്റെ ഉദ്ദേശം എന്താണെന്നും നീ എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നതെന്നും. ഇത് കേട്ട് നമ്മുടെ യോ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒന്നും ഫോളോ ചെയ്തില്ല എന്ന് പറയുമ്പോ പെട്ടെന്ന് തന്നെ പൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഓർമ്മയുണ്ട്, നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്, ഇത് നീ തന്നെ അല്ലേ എന്ന് ചോദിച്ച് അവന് വീണ്ടും സ്മെല് ചെയ്യാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഈ സ്മെല്ല് ഓർമ്മയുണ്ട്, അത് നീ തന്നെ അല്ലേ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. പക്ഷെ നമ്മുടെ യോയ്ക്കാണെങ്കിൽ പന്ന് പറയുന്നത് ചിന്തിച്ചിട്ട് ഒന്നും തന്നെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് അവനും ഒരു പഴയ കാര്യം ഓർമ്മ വരുന്നത്. പണ്ട് അവൻ കുട്ടിയായിരിക്കുമ്പോ പന്നിനെ പോലെ തന്നെ ഇരുന്ന ഒരു വ്യക്തിയെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാളും ഐസ്ക്രീം കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ യോ പറയുന്നത്, ചേട്ടാ എനിക്ക് ഇച്ചിരി ഐസ്ക്രീം വേണം എന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ ഒരു തുള്ളി പോലും കൊടുക്കാതെ അയാൾ അത് ഫുള്ള് കുടിക്കുകയാണ്. അങ്ങനെ ഇവനും കുറെ കരയുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഇത് ഓർത്ത് നമ്മുടെ യോയും ചിന്തിക്കുന്നുണ്ട്, ഇത് ചിന്തിക്കുമ്പോ തന്നെ എനിക്ക് തലവേദന എടുക്കുന്നു, അത് ചിന്തിക്കണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ പന്നിനോട് ഒരു കാര്യം പറയാൻ വരുമ്പോഴാണ് അവനെ അവിടെ കാണാത്തത്. ഇത് കണ്ട് നമ്മുടെ യോയും ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പം വല്ല ഏലിയൻ വല്ലതും ആണോ, പെട്ടെന്ന് തന്നെ സ്പേസ് ഷിപ്പിൽ കയറി തിരിച്ച് നാട്ടിലേക്ക് പോയത് വല്ലതും ആണോ എന്നൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെ പന്നിന്റെ റൂമിലേക്ക് യോ ചെല്ലുകയാണ്. പുറത്ത് നിന്ന് അവൻ കതവില് കൊട്ടിയിട്ട് പറയുന്നുണ്ട്, നമ്മുടെ സംസാരം ഇതുവരെയും തീർന്നിട്ടില്ല, നീ പെട്ടെന്ന് അവിടെ പോയത് എന്ന് ചോദിക്കുകയാണ്. പക്ഷെ അകത്തു നിന്ന് റിപ്ലൈ ഒന്നും തന്നെ കിട്ടുന്നില്ല. അങ്ങനെ അവനെ മനസ്സിലാക്കുകയാണ് ഡോർ ഓപ്പൺ ആണെന്ന്. അങ്ങനെ അകത്തേക്ക് കയറിയിട്ട് യോ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് എല്ലാ സത്യവും തുറന്നു പറയാം, അതിന് ഞാൻ റെഡിയാണ്, സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ടീം എന്ന് പറയുമ്പോഴാണ് അവനോട് ഒരു കാര്യം കാണുന്നത്. അവൻ കാണുന്നത് ശവപ്പെട്ടിയാണ്. ഇത് കണ്ട് അവൻ പെട്ടെന്ന് ഞെട്ടുകയാണ്. എന്നിട്ട് ഓരോ കാര്യങ്ങൾ ഓർക്കുകയാണ്. പൻ പറഞ്ഞ് അവനൊരു നോർമൽ ആയിട്ടുള്ള പേഴ്സൺ അല്ല, അവന് ബ്ലഡ് ഒത്തിരി ഇഷ്ടമാണ്, അതുപോലെ തന്നെ സൂര്യനിൽ നിന്ന് മറയുന്നു, പിന്നെ എല്ലാവരെയും മണക്കാനും ഒത്തിരി ഇഷ്ടമാണ്. ഇതൊക്കെ ആലോചിച്ചിട്ട് അവൻ ഇനി വാമ്പയർ ആണോ എന്ന് നമ്മുടെ യോ മനസ്സിൽ ചിന്തിക്കുന്ന അതേ സമയം തന്നെ ബാക്കിലൂടെ പൻ വന്ന് നമ്മുടെ യോയുടെ കഴുത്തിൽ കടിക്കാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഈ രംഗം കാണിച്ചുകൊണ്ട് ഈ ഒരു ഡ്രാമയുടെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഇവിടെ അവസാനിക്കുകയാണ്. ഫസ്റ്റ് എപ്പിസോഡ് എൻഡ് ചെയ്തിരിക്കുന്നത് വളരെ ത്രില്ലിംഗ് ആയിട്ട് തന്നെയാണ്. എല്ലാവർക്കും ഈ ഒരു ഡ്രാമ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ യോയുടെ ചിന്തകള് കാട് കയറി പോകുന്നതാണോ അതോ പൻ യഥാർത്ഥത്തില് വാമ്പയർ ആണോ എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇനി നെക്സ്റ്റ് എപ്പിസോഡുകൾ കാണണം. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ, താങ്ക് യു.